തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഒറ്റപ്പാലം നഗരസഭ വലിയ ആർപ്പുവിളികളോടെ ഉദ്ഘാടനം ചെയ്ത വീടുകൾ 8 മാസം കഴിഞ്ഞിട്ടും ഗുണഭോക്താക്കൾക്ക് കൈമാറിയില്ല. പാലപ്പുറം പാതിരിക്കോട് ഭൂരഹിത ഭവനരഹിത പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 5 കുടുംബങ്ങൾക്കായി നിർമ്മിച്ച വീടുകളാണ് ഗുണഭോക്താക്കൾക്ക് കൈമാറാത്തത്. ഒരു കോമ്പൗണ്ടിൽ അടുത്തടുത്തായി നിർമ്മിച്ച ഈ കെട്ടിടങ്ങളുടെ ജനലുകൾ ഇതിനോടകം തന്നെ തുരുമ്പെടുത്തു തുടങ്ങുകയും ചുമരുകളിൽ പായൽ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. പാലപ്പുറം പാതിരിക്കോട് സ്വദേശികളായ ഭാസ്കരൻ മീര ദമ്പതികൾ തങ്ങളുടെ കൈവശമുള്ള 10 സെന്റ് സ്ഥലം ഭവനരഹിതർക്കായി സ്വമനസാലെ വിട്ടു നൽകിയതോടെയാണ് ഈ പദ്ധതിക്ക് തുടക്കമായത്. നഗരസഭയുടെ മനസ്സോടിത്തിരി മണ്ണ് പദ്ധതി പ്രകാരം ഈ സ്ഥലത്ത് 5 കുടുംബങ്ങൾക്കായി വീടുകൾ നിർമ്മിക്കുകയായിരുന്നു. സ്വന്തമായി 1 ഇഞ്ച് ഭൂമി പോലുമില്ലാത്ത നിർധന കുടുംബങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയായിരുന്നു ഈ പദ്ധതി. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് വീടുകളുടെ താക്കോൽ കൈമാറ്റ ചടങ്ങ് നടത്തിയത്. ഉദ്ഘാടനം നടന്ന 8 മാസം പിന്നിട്ടിട്ടും ഒരു കുടുംബത്തിന് പോലും ഇവിടെ താമസം തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് ചടങ്ങ് നടത്തുമ്പോൾ വീടുകളുടെ ആന്തരിക വൈദ്യുതീകരണം പോലും പൂർത്തിയായിരുന്നില്ല. നിലവിലും വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കാൻ നഗരസഭയുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയുമില്ല. ഏറെ വൈകി വളരെ അടുത്തിടെ മാത്രമാണ് ഇവിടെ കുടിവെള്ള കണക്ഷനെങ്കിലും സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായത്. നാഥനില്ലാതെ കിടക്കുന്നതിനാൽ വീടുകളുടെ ഉൾഭാഗം മുഴുവൻ പൊടി പിടിച്ചു കിടക്കുകയാണ്. ചുറ്റുഭാഗവും കാടുമൂടി പാമ്പുകളുടെയും മറ്റ് വിഷജന്തുക്കളുടെയും താവളമായി ഈ പ്രദേശം മാറി. തങ്ങൾക്ക് ലഭിച്ച വീടുകളിലേക്ക് എന്ന് മാറാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് 5 കുടുംബങ്ങൾ. നിലവിൽ വലിയ വാടക തുക നൽകിയും ബന്ധുവീടുകളിലെ പരിമിതമായ സൗകര്യങ്ങളിൽ ശ്വാസം മുട്ടിയുമാണ് ഇവർ കഴിയുന്നത്. അടിയന്തരമായി വൈദ്യുതീകരണം പൂർത്തിയാക്കി വീടുകൾ അർഹരായവർക്ക് കൈമാറണമെന്ന് നഗരസഭ മുൻ കൗൺസിലർ സി സജിത് ആവശ്യപ്പെട്ടു. പാലപ്പുറം കിഴക്കേക്കാട് പ്രദേശത്ത് 5 SC കുടുംബങ്ങളെ കണ്ടെത്തുകയും ആ 5 കുടുംബങ്ങൾക്ക് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി എന്ന് പറഞ്ഞ് 5 വീടുകൾ സ്ഥലവും വീടും സൗജന്യമായി നൽകുന്ന ഒരു താക്കോൽദാന ചടങ്ങ് ഒറ്റപ്പാലം നഗരസഭ നടത്തി. എന്നാൽ നിലവിലെ 9 മാസ കാലയളവ് ഇപ്പോൾ പൂർത്തിയായി ഈ താക്കോൽദാന ചടങ്ങ് നടത്തി. ഇതുവരെയായിട്ടും ആ പറയുന്ന കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ ഈ താക്കോൽ നൽകി എന്ന് പറയുന്ന കുടുംബങ്ങൾക്ക് അതിൻ്റെ ഒറിജിനൽ താക്കോലോ അല്ലെങ്കിൽ ആ വീട്ടിൽ കയറി താമസിക്കാനോ സാധിച്ചിട്ടില്ല. ഈ താക്കോൽദാന ചടങ്ങ് നടത്തുന്ന സമയത്ത് തന്നെ അന്ന് ജനപ്രതിനിധിയായിരുന്ന ഞാനടക്കമുള്ള ആളുകൾ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, വെള്ളമില്ല, കുടിവെള്ളമില്ല, അതുപോലെ തന്നെ അവിടെ വൈദ്യുതിയില്ല. വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതിന് ഒരു പോസ്റ്റ് വലിച്ച് ലൈൻ ഇടുന്ന പ്രവൃത്തി പോലും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി എന്ന് പറയുന്ന ഒരു വീട്ടിൽ അടിയന്തര പ്രാധാന്യമുള്ള പ്രാഥമികമായിട്ട് പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് കുടിവെള്ളവും വൈദ്യുതിയും. എന്നാൽ നിലവിലെ അവസ്ഥ എന്താണെന്നാൽ കുടിവെള്ളം 1 മാസത്തിന് മുന്നേ ലഭിച്ചു. എന്നാൽ ഇപ്പോഴും ആ 5 വീടുകളുടെ വൈദ്യുതീകരണവും അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം വൈദ്യുതി കണക്ഷനും ആ വീടുകളിലേക്ക് ലഭിച്ചിട്ടില്ല. ഈ 5 കുടുംബങ്ങൾ ഇന്നും ഈ പറയുന്ന വീടുകളിൽ കയറി താമസിക്കുന്നതിന് വേണ്ടി കാത്തിരിപ്പ് തുടരുകയാണ്. അപ്പോൾ ഈ 9 മാസ കാലയളവായിട്ടും ഒരു നഗരസഭയ്ക്ക് ഈ താക്കോൽദാന ചടങ്ങ് നടത്തിയതിന് ശേഷം ആ വീട്ടിലേക്ക് ഈ കുടുംബങ്ങളെ കയറ്റി താമസിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അടിയന്തരമായിട്ട് അവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. എത്രയും പെട്ടെന്ന് നഗരസഭ ആ വീടുകൾ വൈദ്യുതീകരിക്കുന്നതിനും വൈദ്യുതീകരിച്ച വീടുകളിലേക്ക് വൈദ്യുത കണക്ഷൻ എടുത്തു കൊടുത്ത് എത്രയും പെട്ടെന്ന് അതിൻ്റെ രേഖകൾ ഉൾപ്പെടെ അവർക്ക് കൈമാറി അതിൻ്റെ താക്കോൽ കൊടുത്ത് ഈ 5 കുടുംബങ്ങളെ അവിടെ താമസിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. വിഷയം കൗൺസിലർ സി പ്രസീത വെള്ളിയാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ വൈദ്യുതി എത്തിക്കുന്ന പ്രവൃത്തികൾ പൂർത്തീകരിക്കുമെന്ന് വൈസ് ചെയർമാൻ കെ രാജേഷ് മറുപടി നൽകി. ഇനി കൗൺസിലറുടെ വാർഡിലാണ് ഈ 5 വീടുകൾക്ക് ആവശ്യമായിട്ടുള്ള 10 സെന്റ് സ്ഥലം ലഭിച്ചത്. ആ സ്ഥലത്ത് പട്ടികജാതി വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വീട് നമ്മൾ നിർമ്മിച്ചത്. അതിന്റെ ഗുണഭോക്താക്കളെയും കണ്ടെത്തി അതിന്റെ പ്രവർത്തനം നമ്മൾ നടത്തി വരിക. അവിടെ 3 കാര്യങ്ങളാണ് പ്രധാനമായും വേണ്ടത്. അതൊന്ന് കുടിവെള്ളമാണ്. ഇപ്പോൾ കണക്ഷൻ അവിടെ എത്തിക്കഴിഞ്ഞു. 2 ഇലക്ട്രിസിറ്റിയാണ്. 1,80,000 രൂപയോളം ഈ പോസ്റ്റ് സ്ഥാപിക്കുന്നതിനും ലൈൻ ദീർഘിപ്പിക്കുന്നതിനുമായിട്ടുള്ള പ്രവൃത്തിക്ക് പണം അടച്ചു. ടെൻഡർ നടപടികൾ പൂർത്തിയായി. കഴിഞ്ഞ ആഴ്ച കരാറുകാരൻ വന്നിരുന്നു. ഈ വരുന്ന ആഴ്ചയോടുകൂടി ലൈൻ വലിച്ച് കണക്ഷൻ അവിടെ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും എന്ന് ഇലക്ട്രിസിറ്റി അറിയിച്ചിട്ടുണ്ട്.